സന്തോഷവും ഐശ്വര്യങ്ങളും വന്നു ചേരട്ടെ. നന്നായി വരും. ശരി പോറ്റി. ശരി രമ്യ മോളെ, ഞാൻ ഇറങ്ങട്ടെ. ശരി. ഋതികെ, കേട്ടില്ലേ? മനസ്സിലെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളെ പൂർണ്ണചന്ദ്രനിൽ കാണാൻ സാധിക്കുമെന്ന്. ആരാ ഋതികെ? ഏറ്റവും കൂടുതൽ ഋതിക സ്നേഹിക്കുന്ന ആള്? ഞാൻ അതല്ല ആലോചിക്കുന്നത്. പോറ്റി മഷി നോക്കിയ സമയത്തെ ദിവ്യ വന്നില്ലായിരുന്നെങ്കിൽ ആരാ എന്റെ വള എടുത്ത് മാറ്റിയതെന്ന് അറിയാൻ പറ്റുമായിരുന്നു. നല്ലൊരു ചാൻസാ മിസ്സായത്. അത് ശരി. രമ്യ, നമുക്ക് ഇറങ്ങാം. ഋതു, ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി ശ്രീ. ശരി. അവര് വരാറായി. നമുക്ക് ഒരുക്കങ്ങൾ എന്തെങ്കിലും ബാക്കിയുണ്ടോ നോക്കാം. ശരി രാജു. ഋതു, വാ മോളെ, നമുക്ക് ഒരുങ്ങണ്ടേ? വാ. കല്യാണ പെണ്ണിന്റെ അച്ഛൻ ഇങ്ങനെ വൈകി വരുന്നത് ശരിയാണോ? ചെക്കന്റെ അമ്മ നേരത്തെ വന്നിട്ട് പെണ്ണിന്റെ അച്ഛനെ കുറ്റം പറയുന്നത് ശരിയാണോടോ പരമേശ്വര? തിരുവായ്ക്ക് എതിർവായില്ലെന്നല്ലേ, അതുകൊണ്ട് തൽക്കാലം ഞാൻ മൗനം പാലിക്കുന്നു. ഒറ്റ ഉത്തരം കൊണ്ട് രണ്ടുപേരും തൃപ്തിപ്പെടുത്തി. അത് നീ ഉറപ്പായി. അല്ല, എവിടെ എന്റെ ഋതുമോള്? ഋതുമോളെ ഞാൻ ഇപ്പൊ വിളിച്ചിട്ടൊരാ ചേച്ചി. അവിടെ ഇറങ്ങി വരുവാമേ. എന്താ നടക്കാൻ പോകുന്നേന്ന് കാണാം. അമ്മാവൻ അവള് പറഞ്ഞെല്ലാം കേട്ടെന്നോർത്ത് അവൾ ഇറങ്ങി വരും. അമ്മയുടെയും മോന്റെ സംസാരം കണ്ടാൽ അറിയാം എന്തോ പ്ലാൻ ചെയ്യാണെന്ന്. ഇന്ന് അവരുടെ ഒരു ഉദ്ദേശവും നടക്കരുത്. ചെറിയമേ, അച്ഛൻ എന്തെങ്കിലും എന്നെ കുറിച്ച് സംസാരിച്ചോ? ഇല്ലല്ലോ. എന്താ മോളെ? അച്ഛൻ ദേഷ്യത്തിലാണോ? ഏയ് അല്ലല്ലോ. എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ മോള്? ഏയ് ഇല്ല ചെറിയമേ. എന്നാ വാ. ഋതുമോള് വന്നല്ലോ. മോളെ, മോൾ ഇങ്ങോട്ടിരിക്കെ. ഹായ് ഋതു. ഹായ്. അല്ല, എന്തായിരുന്നു മോളെ മുഖമല്ലാതിരിക്കുന്നേ? വിവാഹം കഴിഞ്ഞ അച്ഛനെ പിരിയാനുള്ള വിഷമമായിരിക്കും അല്ലേ? ശ്രീകല പ്രതാപനോട് സംസാരിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ കേട്ടപ്പോ എനിക്ക് ചിരിയാ വന്നത്. മോള് വിഷമിക്കണ്ട, ഞങ്ങൾ മോളെ പൊന്നുപോലെ നോക്കിക്കോളാം. അച്ഛനെന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ അത്രയൊക്കെ പറഞ്ഞിട്ടും അച്ഛനൊന്നും അറിയാത്തത് പോലെ ഇരിക്കുന്നതെന്താ? ജോത്സ്യരെ, എല്ലാം ശ്രീകലയും പരമേശ്വരനും പറയുന്നത് പോലെ 3 മാസത്തേക്കൊന്നും പോകാൻ നീട്ടിവെക്കേണ്ട കാര്യമില്ല. വലിയ ദോഷങ്ങളൊന്നുമില്ലാത്ത ഏറ്റവും അടുത്തുള്ള തീയതി നമുക്ക് നിശ്ചയിക്കാം. എന്തു പറയുന്നു? അങ്ങനെ ആവട്ടെ വർമ്മ സാറ്. ഇതെന്താ അച്ഛൻ ഞാൻ ഈ വിവാഹത്തിന് താല്പര്യമില്ലാന്ന് പറഞ്ഞിട്ടും ഇങ്ങനെ പറയുന്ന? പത്രിക ഞാൻ എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി വർമ്മ സാറിന്റെയും ഭാര്യയുടെയും പേരെഴുതി ചേർക്കണം. അതിവിടെ നേരിട്ട് ചോദിച്ചിട്ട് മതിയെന്നാണ് പരമേശ്വരൻ സാർ പറഞ്ഞത്. കന്യാദാനം നൽകുന്ന ആളുകളുടെ പേരല്ലേ ജോത്സ്യൻ ഉദ്ദേശിച്ചത്? അതെ. അവിടെ എന്റെ അനിയന്റെയും ഭാര്യ യാമിനിയുടെയും പേരെഴുതിക്കൊള്ളു. ശേഖരവർമ്മ, യാമിനി വർമ്മ. അല്ല, വധുവിന്റെ പിതാവ് ജീവിച്ചിരിക്കെ അങ്ങനെ എഴുതുന്നത് ശരിയാണോ? എഴുതാൻ പാടില്ലെന്നുണ്ടോ ജോത്സ്യരെ? എങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ വർമ്മ സാറ്. ജഗദീശ്വര.
വധു ഋതിക, വരൻ അശ്വിൻ. വിവാഹം ഈ ധനുമാസം 26. രാജു, ഋതിക മേഡം, ഈ ദക്ഷിണ ജോത്സ്യർ കൊടുക്കും. ചെല്ലുമോനെ നീ കൂടെ ചെല്ല്. സർവ്വവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും. ഇനി രക്ഷിതാക്കളുടെ അനുഗ്രഹം കൂടി വാങ്ങിച്ചോളൂ. ശരിമേ, നീ റൂമിലേക്ക് വെക്കട്ടെ. ഋതിക മോളെ ഇപ്പൊ പോയിക്കോ. പക്ഷെ വിവാഹം കഴിഞ്ഞാ ഞാൻ നേരെ മോളെ വീട്ടിലേക്ക് കൊണ്ടുപോകും കേട്ടോ.